ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലവറാണ്. ആദ്യം നമുക്ക് അത് ചേർത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായി ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് നേർപകുതി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബോൾസാക്കി എടുക്കണം. എന്നിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം റോളർ കൊണ്ട് നന്നായിട്ട് ഇതിനെ പരത്തിയിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ കട്ടിയിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നീളത്തിനൊന്ന് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കുറച്ചൊരു കട്ടിയോടുകൂടി വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതൊരു 30 സെക്കൻഡ് ആയതിനു ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ മറിച്ചും തിരിച്ചുമൊക്കെ ആയിട്ട് 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി കാണുന്നവർ